നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് സംസാരിക്കുന്നത്. റിയോ ടാറ്റ്സൂക്കി എന്നൊരു ജാപ്പനീസ് മാംഗ ആർട്ടിസ്റ്റ്. ഉം, മാംഗ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ചിത്രകഥ. അതെ. അവരുടെ ഒരു പുസ്തകം ഞാൻ കണ്ട ഭാവി അതിനെക്കുറിച്ചാണ്. ദ ഫ്യൂച്ചർ ഐ സോ. അതെ. ഇതിലെ ചില പ്രവചനങ്ങൾ, പ്രത്യേകിച്ച് 2025 കുറിച്ചുള്ള ഒന്ന് ഇപ്പോൾ ലോകത്ത് വലിയ ചർച്ചയാണ്. ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ലേഖനങ്ങളും വിശകലനങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു സ്വപ്ന ഡയറിക്ക് ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ചിലപ്പോഴൊരു ഭയം വരെ. അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. തീർച്ചയായും. നമുക്ക് തുടങ്ങാം. ഈ പുസ്തകത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അതുണ്ടല്ലോ, 1999 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 1999. അതെ. അതിലേതാണ്ടൊരു 15 സ്വപ്നങ്ങളാണ് ടാറ്റ്സൂക്കി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 80കളുടെ പകുതി മുതൽ 90കളുടെ അവസാനം വരെ കണ്ട സ്വപ്നങ്ങൾ. വെറും സ്വപ്നങ്ങളോ? എങ്ങനെയായിരുന്നു അതിന്റെ രൂപം? വളരെ സിമ്പിളായിരുന്നു. ചെറിയ പടങ്ങൾ, പിന്നെ സ്വപ്നം കണ്ട ഡേറ്റ്, ചെറിയ നോട്ട്സ്. ശരിക്കും ഒരു ഡയറി കുറിപ്പ് പോലെ. അപ്പോ അന്ന് അതൊരു വലിയ വിഷയമായിരുന്നില്ല. ഏയ് ഇല്ല. 2011 വരെ അങ്ങനെ ആരും ഇത് കാര്യമായിട്ട് എടുത്തില്ല. 2011 ടോഹോഗു ഭൂകമ്പം, അതോടെയാണോ കാര്യങ്ങൾ മാറിയത്? അതെ. കാരണം ആ 1999 ഇറങ്ങിയ പുസ്തകത്തിന്റെ കവറില് മഹാദുരന്തം മാർച്ച് 2011 എന്നെഴുതിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓ, അത്ഭുതം തന്നെ. അത് കൃത്യമായിരുന്നോ? അത് ആ ഭൂകമ്പത്തിന്റെ സമയവുമായിട്ട് ഒത്തുവന്നു. അതോടെയാണ് ഈ പുസ്തകം പെട്ടെന്ന് ഭയങ്കര ഫേമസ് ആയത്. അവിടെയാണ് ഈ യാദൃച്ഛികതയാണോ പ്രവചനമാണോ എന്നുള്ള ചോദ്യം വരുന്നത്. ശരിയാണ്. ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ആളുകൾ പഴയ സ്വപ്നങ്ങളൊക്കെ വീണ്ടും നോക്കാൻ തുടങ്ങി. അപ്പോ വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. ഉദാഹരണത്തിന് ഫ്രെഡി മെർക്യൂറിയുടെ മരണം. ക്വീൻ ബാൻഡില്? അതെ. അത് 1976 കണ്ട സ്വപ്നമാണ്. മരണം നടന്നത് 1991. പിന്നെ ഡയാന രാജകുമാരിയുടെ മരണം 1992 സ്വപ്നം കണ്ടു, 97 സംഭവിച്ചു. ഓഹോ. പിന്നെ 1995 കോബെ ഭൂകമ്പം. അത് ജനുവരി 2, 1995 സ്വപ്നം കണ്ടു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഭൂകമ്പമുണ്ടായി. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നോ? അതെ, ഡേറ്റുകൾ സഹിതം. 2011 ടോഹോക്കു ഭൂകമ്പവും സുനാമിയും. അത് 1996 കണ്ട സ്വപ്നമാണ്. കോവിഡിനെക്കുറിച്ചും എന്തോ ഉണ്ടെന്ന് കേട്ടല്ലോ. അതും ഒരു കാര്യമാണ്. ഒരു അജ്ഞാത വൈറസ് 2020 ഏപ്രിലിൽ പീക്കിലെത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ അജ്ഞാത വൈറസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് വേഗല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. തീർച്ചയായും. അതൊരു പ്രധാന ചോദ്യമാണ്. വിമർശനങ്ങളുടെ ഒരു ഭാഗവും അതുതന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ഒരു കണക്ഷൻ തോന്നിയതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത്ര പ്രചാരം കിട്ടിയത്. ശരിയാണ്. എന്നാലിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയും ഒരുപക്ഷെ ഭയവും ഉണ്ടാക്കുന്നത് 2025 പ്രവചനമാണ്. അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. അതെ. 2021 പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് വന്നപ്പോഴാണ് ഇത് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത്. എന്താണ് ആ പ്രവചനം? അതുപ്രകാരം 2025 ജൂലൈ 5 ഒരു കൃത്യം ഡേറ്റാണ് പറയുന്നത്. ജൂലൈ 5? അതെ. ജപ്പാന് തെക്ക് ഫിലിപ്പീൻസ് കടലിൽ ഒരു വിള്ളലുപോലെ ഉണ്ടാകുമെന്നും അത് കാരണം ഒരു മെഗാ സുനാമി ഉണ്ടാകുമെന്നാണ്. മെഗാ സുനാമി? അതെ. 2011 ഉണ്ടായതിനേക്കാൾ 3 ഇരട്ടി ഉയരത്തിൽ തിരമാലകൾ വരുമെന്നാണ് ആ സ്വപ്നത്തിൽ കണ്ടതായി പറയുന്നത്. ഹോ, ഇത് ശരിക്കും ആളുകളെ ഭയപ്പെടുത്തി കാണുമല്ലോ. ഉറപ്പായും. കിഴക്കൻ ഏഷ്യയിൽ നിന്നൊക്കെ ജപ്പാനിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ നല്ല കുറവുണ്ടായെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിമാന കമ്പനികൾ സർവീസ് കുറച്ചെന്നോ മറ്റോ? ചിലയിടങ്ങളിലൊക്കെ അതെ. മാധ്യമങ്ങൾ ടാറ്റ്സുക്കിയെ ജപ്പാന്റെ പുതിയ ബാബാ വങ്ക എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. ബാബാ വങ്കയെ പോലെ? അതെ. ഒരുപക്ഷേ ഈ പുസ്തകത്തിന്റെ ഒരു ശൈലിയും ഇതിനൊരു കാരണമായിരിക്കാം. അതെങ്ങനെ? ചിത്രങ്ങളൊക്കെ പൂർത്തിയാക്കാത്ത പോലെ, ധൃതിയിൽ വരച്ച പോലെയാണ്. സ്വപ്നം കണ്ട ഉണർന്ന ഉടനെ പെട്ടെന്ന് കുറിച്ചിട്ട പോലെ. ഒരു റോ ഫീൽ. അതെ. അധികം വിശദീകരണമില്ല. ഒരു ഡയറിയുടെ ഒരു സത്യസന്ധത അതിന് തോന്നിക്കുന്നുണ്ടാവാം ചിലർക്ക്. ആ ഒരു സിംപ്ലിസിറ്റി ആളുകളെ ആകർഷിക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ടല്ലോ. ധാരാളം. അതാണ് അടുത്ത പോയിന്റ്. വിമർശനങ്ങൾ ശക്തമാണ്. പ്രധാനമായും പറയുന്നത് ഈ പ്രവചനങ്ങൾ പലതും സംഭവം കഴിഞ്ഞിട്ട് വ്യാഖ്യാനിക്കുന്നതാണ് എന്നാണ്. അതായത് പോസ്റ്റ് ഫാക്ടോ റീസണിംഗ്. അതുതന്നെ. പിന്നെ ടാറ്റ്സുക്കി മുൻപ് പ്രവചിച്ച ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഫ്യൂജി പർവ്വതം പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും നടന്നില്ല. ഓക്കേ. അപ്പോൾ ഈ 2025 പ്രവചനം ആളുകളിൽ വെറുതെ പേടിയുണ്ടാക്കുന്നു. ഇതിന് ശാസ്ത്രീയമായി ഒരു ബേസുമില്ല.
വെറും ഊഹാപോഹമാണ് എന്നൊക്കെയാണ് വിദഗ്ധർ പറയുന്നത്. സാഹിത്യപരമായി നോക്കിയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതില്ലല്ലേ ആ ഒരു ലാളിത്യം? ഇല്ല, ചിലർക്ക് അത് വളരെ ബേസിക്കായി തോന്നാം. അപ്പൊ ശരിക്കും ഇത് സത്യമാണോ അല്ലയോ എന്നതിനേക്കാൾ എന്തുകൊണ്ട് നമ്മൾ ഇതിൽ ഇത്ര ശ്രദ്ധിക്കുന്നു എന്നതാണോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ്? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതാണിതിലെ കൗതുകം. ഒരാളുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ സ്വകാര്യ കുറിപ്പുകൾക്ക് എങ്ങനെയാണ് യാഥാർത്ഥ്യ ലോകത്ത് ഇത്ര വലിയ ഓളങ്ങളുണ്ടാക്കാൻ പറ്റുന്നത്? ഇത് യാദൃച്ഛികമാണോ അതോ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നതിലുപരി മനുഷ്യൻ എങ്ങനെയാണ് കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്നത്, ഭയം എങ്ങനെയാണ് പടരുന്നത്, ഒരു ചെറിയ വിവരം എങ്ങനെ വലിയൊരു ചർച്ചയാവുന്നു, ഇതൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പുസ്തകം ഞാൻ കണ്ട ഭാവി, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു നേർത്ത വരയെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, ചില കാര്യങ്ങൾ ഒത്തുവന്നു എന്നത് ശരിയായിരിക്കാം, പക്ഷെ ഇതിനെ ഒരു സയന്റിഫിക് പ്രവചനമായി കാണാൻ പറ്റില്ല. അതൊരു ഗൈഡ് ബുക്ക് അല്ല. അല്ല, മറിച്ച് സ്വപ്നം, യാദൃശികത, നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ, വിശ്വാസങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ശക്തി കാണിച്ചു തരുന്നു. അതെ. ഇനിയിപ്പത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു ചോദ്യം. നമ്മൾ എന്തിനാണ് യാദൃശിക സംഭവങ്ങൾക്ക് പോലും ഇത്രയധികം അർത്ഥം കൊടുക്കുന്നത്? ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഈ ആകാംക്ഷ, അല്ലെങ്കിൽ ചിലപ്പോഴുള്ള ഉത്കണ്ഠ, ഇതിന്റെയൊക്കെ പിന്നിലുള്ള സൈക്കോളജി എന്തായിരിക്കാം? ഒരുപക്ഷേ ഇത്തരം ചർച്ചകളൊക്കെ പ്രവചനം ശരിയോ തെറ്റോ എന്നതിനപ്പുറം നമ്മൾ എത്രത്തോളം അപ്രതീക്ഷിതമായ കാര്യങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്ന് സ്വയം ഒന്ന് വിലയിരുത്താനുള്ള അവസരം കൂടിയാണ്, അല്ലേ? ശരിയാണ്. ഒരു ചിന്തയ്ക്കുള്ള വക നൽകുന്നുണ്ട് എന്തായാലും.